ഇവിടെ നിന്ന് അത്യാവശ്യം മഴയൊക്കെ ഉള്ള ദിവസമാണ്. ഇവിടെ ഭയങ്കര കോരി ചൊരിയണ മഴയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെ ചിന്നി ചിന്നി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യം വന്നത് ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു യു കെയിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ. കാരണം നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലൊക്കെ മാത്രമാണ് ഇങ്ങനെ ഭംഗിയുള്ള എന്താ പറയുക, നല്ല മഞ്ഞയും അതുപോലെ തന്നെ ഓറഞ്ചും ചുവപ്പും നിറത്തിലുള്ള ഇലകളും അതിങ്ങനെ വീണ് കിടക്കുന്ന വീതികളൊക്കെ അതിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫെബ്രുവരിയിൽ കൊടും തണുപ്പത്താണ് ഇവിടെ വന്നത്. അതോടുകൂടി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളോടുകൂടി എക്സൈറ്റ്മെൻ്റ് ഒക്കെ തീർന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് കുട്ടികൾ യു കെയിലേക്ക് വരുന്നത് കാണാറുണ്ട് ഈ പഠിക്കാനൊക്കെ ആയിട്ട്. പണ്ട് ഞാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വളരെ കുറച്ച് മാത്രം മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മലയാളീസ് എന്നല്ല, ഇന്ത്യക്കാർ തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അവരുടെ ഈ ഫ്ലൈറ്റിലൊക്കെ വെച്ച് ആദ്യം വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ വിചാരിക്കും അവർക്കും അതേ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണല്ലോ ഒരു പുതിയ രാജ്യത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്ന് കുറച്ചൊരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് കുറയും. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന അത്ര തന്നെ ഭംഗി ഉണ്ടാവില്ല പല കാര്യങ്ങൾക്കും നമ്മൾ ഉള്ളിൽ ഇറങ്ങി ജീവിച്ചു തുടങ്ങുമ്പോൾ. നല്ലതല്ല എന്നല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ പുറത്തൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ കഷ്ടപ്പെടാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമ്മൾ ഓക്കെ ആണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു നല്ല ലൈഫ് കിട്ടും. പക്ഷേ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം. ഇപ്പോൾ നമ്മൾ തണുപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, വീട്ടിലുള്ളവരെ കാണണം, അങ്ങനെയുള്ള ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനെ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടാളും ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീട്ടിലൊരു ഹൗസ് ഹെൽപ്പ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് അവർക്ക് കൊടുക്കേണ്ട പൈസ ഉണ്ടാവുക. അപ്പോൾ നമുക്കതൊന്നും അത്ര പോസിബിൾ അല്ല. നമ്മൾ തന്നെ വീട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ ഇവിടെ ഇവിടുത്തുകാർ തന്നെയാണ് ചെയ്യുക. അതായത് നമ്മുടെ വീട്ടിലെ പെയിൻറ്റ് പണി, അത്യാവശ്യം ഗാർഡൻ പണി, ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു പ്രായത്തിൽ തന്നെ ഇവിടെ വന്ന് കുറച്ചൊരു കഷ്ടപ്പാടും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവർ മെൻ്റലിയും ഫിസിക്കലിയും വളരെയധികം സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കുന്നു. പിന്നെ എന്താ വെച്ചാൽ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വന്ന് ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് മടുത്ത് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും കേട്ടോ.